അജയൻ്റെ രണ്ടാം മോഷണം അഥവാ ARM എന്ന് പറയുന്ന സിനിമ കണ്ടു. സിനിമ ഇഷ്ടപ്പെട്ടു. അടിപൊളി പടം. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കിടക്കാം. ടാക്കീസ് മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വർഷങ്ങളുടെ അധ്വാനമുള്ളൊരു സിനിമ. അതിൻ്റെ അണിയറ പ്രവർത്തകർക്കും ഓരോരുത്തർക്കും ടെക്നീഷ്യൻസിനായാലും നടന്മാർക്കായാലും ഒക്കെ ഒരുപാട് എഫേർട്സ് ആവശ്യമായിട്ട് വന്നിട്ടുള്ളൊരു സിനിമ. ശരിക്കും പറഞ്ഞാൽ സിനിമ തിയേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ പുറകിലുള്ള അധ്വാനത്തെക്കുറിച്ചൊന്നും സിനിമ കാണുന്ന പ്രേക്ഷകർ ചിന്തിക്കേണ്ടതില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ കാശ് മുടക്കി കാണുന്ന സിനിമ ആ പ്രൊഡക്റ്റിൻ്റെ നിലവാരമാണ് പ്രേക്ഷകൻ വിലയിരുത്തുക. അങ്ങനെ നോക്കുമ്പോൾ ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ വിലയിരുത്തി കഴിഞ്ഞാൽ കൊടുക്കുന്ന കാശ് മുതലാവുന്ന നല്ലൊരു എൻ്റർടൈനർ സിനിമയാണ് അജയൻ്റെ രണ്ടാം മോഷണം അഥവാ ARM എന്ന് പറയുന്ന സിനിമ. ഈ സിനിമയ്ക്ക് ഒരു 30 കോടിയെ ചിലവായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ നല്ല പ്രയാസമാണ്. കാരണം വിഷ്വൽ അത്ര ഗ്രാൻഡായിട്ടുള്ളൊരു സിനിമയാണത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളത്തിൽ ഇപ്പോൾ വലിയ ബ്രഹ്മാണ്ഡ സിനിമകളൊക്കെ പുറത്തിറങ്ങുന്നുണ്ട്. 100-150 കോടിയൊക്കെ ബഡ്ജറ്റ് വരുന്ന സിനിമകൾ, സൂപ്പർ താരങ്ങളൊക്കെ അഭിനയിച്ചിട്ടുള്ള സിനിമകൾ. അതിലൊക്കെ VFX കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ശരിക്കും നമുക്കിങ്ങനെ പെരുത്ത് കയറും. അങ്ങനെ നോക്കുമ്പോഴല്ലോ ഈ സിനിമയുടെ ആദ്യത്തെ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ സിനിമയുടെ ക്വാളിറ്റി, അതിൻ്റെ വിഷ്വൽ ക്വാളിറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. VFX ആയാലും ഒക്കെ അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി ആയാലും ഒക്കെ കിഡില്ലൻ വർക്കാണ് ഈ സിനിമയിൽ വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്കൊരു ആദ്യത്തെ 10-15 മിനിറ്റിൽ തന്നെ ബോധ്യപ്പെടും. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ മിത്തുകളും ഐതിഹ്യങ്ങളും നാടോടി കഥകളൊക്കെ തരുന്നാൽ തന്നെ ഒരുപാട് സിനിമകൾ ഒരുക്കാനുള്ള കണ്ടൻറ്റുകൾ കിട്ടും. അത്തരത്തിലൊരു കെട്ടുകഥയെ അടിസ്ഥാനമാക്കി തന്നെയാണ് ARM അഥവാ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമയും ഒരുക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ചും ആദ്യമായിട്ട് ഇതിൻ്റെ സ്റ്റോറി ഒരുക്കിയിട്ടുള്ള സുജിത് നമ്പ്യാർ, അദ്ദേഹത്തിന് വലിയൊരു ഹാറ്റ്സ് ഓഫ്. അത് മാത്രമല്ല ഇത്തരത്തിലുള്ള സിനിമകൾ, ഈ കെട്ടുകഥകളെയും നാടോടി കഥകളൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സിനിമകളൊക്കെ മുൻപും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും പാളിപ്പോയിട്ടുള്ളത് അതിൻ്റെ എക്സിക്യൂഷനിലാണ്. അവിടെയാണ് നമ്മൾ ജിന്നിലാൽ എന്ന് പറയുന്ന നവാഗത സംവിധായകന് ഒരു കൈ കൊടുക്കേണ്ടത്. അസാധ്യ മേക്കിംഗ് ക്വാളിറ്റിയാണ് ഈ സിനിമയുടേത്. ശരിക്കും പറഞ്ഞാൽ മലയാളത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള വിഷ്വലി ഗ്രാൻഡായിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ബെസ്റ്റിൻ്റെ നിരയിൽ തന്നെ, ആ ഒരു ലിസ്റ്റിൽ തന്നെ ഉൾപ്പെടുത്താവുന്ന സിനിമ തന്നെയാണ് ARM. അതുപോലെ തന്നെ ടോവിനോ ഈ സിനിമയിൽ കേളു, മണിയൻ, അജയൻ എന്നിങ്ങനെ 3 ക്യാരക്ടേഴ്സാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. 3 കഥാപാത്രങ്ങൾക്കും 3 മാനറിസംസും മോഡുലേഷൻസൊക്കെ കൊടുത്ത് ഗംഭീരമാക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ചും മണിയൻ എന്ന് പറയുന്ന ക്യാരക്ടർ, മണിയൻ്റെ ഷോ ആണ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് ഹാഫിലൊക്കെ. ടോവിനോ ആ ക്യാരക്ടർ നല്ല അടിപൊളിയായി ചെയ്തു വെച്ചിട്ടുണ്ട്. ടോവി എടുത്തിട്ടുള്ള അധ്വാനം നമുക്ക് സ്ക്രീനിൽ ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. അദ്ദേഹത്തിനും വലിയൊരു കൈയടി കൊടുക്കേണ്ടതുണ്ട്. നായികയ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കാഴ്ചയ്ക്കൊക്കെ നല്ല ഭംഗിയായിരുന്നെങ്കിൽ കൂടി കൂടുതലൊന്നും അഭിനയ പ്രാധാന്യമുള്ളൊരു വേഷമായിരുന്നില്ല അത്. അതുപോലെ തന്നെ സുരഭി അവതരിപ്പിച്ചിട്ടുള്ള മാണിക്യം എന്ന് പറയുന്ന കഥാപാത്രം മറ്റൊരു ഗംഭീര വേഷമായിരുന്നു. അത് 2 കാലഘട്ടങ്ങളിൽ ആ ക്യാരക്ടർ കടന്നു വരുന്നുണ്ട്. ഒരു മുത്തശ്ശിയായിട്ടും ഒരു ഭാര്യയായിട്ടും ഒക്കെ 2 റോളുകളിലും സുരഭി മികച്ചു നിന്നു. നല്ല ഗംഭീരമായിട്ട് അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജോമോണ്ടി ജോണിൻ്റെ സിനിമാറ്റോഗ്രാഫിയും ദിബു തോമസ് ഒരുക്കിയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെ മികച്ചു നിന്നു. പ്രത്യേകിച്ചും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറും പാട്ടുകളൊക്കെ സിനിമയുടെ അല്ലെങ്കിൽ സ്റ്റോറിയുടെ ഒരു ഫോക്ക് സ്വഭാവത്തിനോടൊക്കെ കൃത്യമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള സ്കോറിംഗ് ഒക്കെ ആയിരുന്നു. അതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഇനി ചില പോരായ്മകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് നന്നായിരുന്നെങ്കിൽ കൂടി ഇടയ്ക്കൊക്കെ ചില സീനുകളിലൊക്കെ ഒരു മിസ്സിങ് അനുഭവപ്പെടുന്നുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ ക്ഷീണം സിനിമ അതിൻ്റെ ആ സെക്കൻഡ് ഹാഫിൽ തീർക്കുന്നുണ്ട്. ശരിക്കും ഒരു ഹോളിവുഡിലൊക്കെ നമ്മൾ കാണുന്ന ഒരു ട്രഷർ ഹണ്ട് മൂവിയുടെ ഒരു വൈബ് സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ക്ഷീണമൊക്കെ സെക്കൻഡ് ഹാഫ് നന്നായിട്ട് മറികടക്കുന്നുണ്ട്. പിന്നൊരു പ്രശ്നമായിട്ട് തോന്നിയത് പല സീനുകൾക്കും ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് തോന്നുന്നുണ്ട്. അതിന് എഡിറ്റിങ്ങിലെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ടെക്നിക്കലി പറയാനറിയില്ല. പക്ഷേ ഒരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ നമ്മൾ സിനിമ കാണുമ്പോൾ പല സീനുകൾക്കും ഒരു തുടർച്ചയില്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ തിരക്കഥയിലും ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇല്ലെന്ന് പറയാൻ കഴിയില്ല. തീർച്ചയായിട്ടും ചില മിസ്റ്റേക്കുകളൊക്കെ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടി ഓവറാൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഓണക്കാലത്ത് അടിച്ചു പൊളിച്ച് കാണാവുന്ന ഒരു വേർത്ത് വാച്ച് മൂവിയായിട്ടാണ് എനിക്ക് ARM എന്ന് പറയുന്ന സിനിമ അനുഭവപ്പെട്ടത്. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും നമുക്ക് മലയാളത്തിനൊക്കെ അഭിമാനിക്കാവുന്ന സിനിമകളുടെ കൂട്ടത്തിൽ പെടുന്നൊരു സിനിമ തന്നെയാണ് ARM. നിങ്ങളും ഈ സിനിമ കണ്ടു നോക്കുക. സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഓരോ ആളുകളും ഓരോ സിനിമകളെയും വ്യത്യസ്ത രീതിയിലായിരിക്കുമല്ലോ സ്വീകരിക്കുക. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.